അസ്സലാമലൈക്കും. ഹായ് ഹലോ വെൽക്കം ബാക്ക്. പൂഷി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാണുമ്പോഴേ മനസ്സിലാവും നമ്മൾ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ പെണ്ണിനും ചെക്കനും ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പർച്ചേസിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ തിരുവനന്തപുരത്താണ് പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. 1-2 ഷോപ്പൊക്കെ മൈൻഡിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് RK വെഡ്ഡിങ്ങിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി RK വെഡ്ഡിങ് മോളിൽ ഇതുവരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയാണ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് അവർ കാണിച്ചു തന്നതെന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ കല്യാണ പാർട്ടി വെയറിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് പെണ്ണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് ചൂസ് ചെയ്യട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവർ കാണിച്ചു തന്നത് നോർമൽ ടൈപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഓരോന്നായിട്ട് അവർ പിന്നെ ബ്രൈഡലിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവർക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സൊക്കെയാണ് ആ ഒരു ഏരിയയിൽ കണ്ട കേട്ടോ. അപ്പോൾ ബ്രൈഡിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ നിലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇതിൽ ഡിസ്പ്ലേയിൽ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അറബിക് ഗൗണും കാര്യങ്ങളെല്ലാം തന്നെ. നമ്മൾ പ്ലാൻ ചെയ്തൊരു അറബിക് ഗൗണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അറബിക് ഗൗണിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേയിലുള്ളതാണ്, വേറെ കളക്ഷൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ അവർ ഡിസ്പ്ലേയിൽ പിന്നെ ഇങ്ങനത്തെ ലാച്ച്. അപ്പോൾ മിന്നിക്കുട്ടിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് കുട്ടീസ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് RK വെഡ്ഡിങ് മോളിൽ നിന്ന് നമുക്ക് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു മോഡൽ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ജയലക്ഷ്മിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജയലക്ഷ്മിയിലോട്ട് വന്ന് നമ്മൾ ജസ്റ്റ് കയറി നോക്കി. പക്ഷേ ജയലക്ഷ്മിയിൽ കുറച്ച് നമ്മുടെ ആ ഒരു മൈൻഡിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി കുറച്ചേ ടൈമിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 കളക്ഷൻസ് മാത്രമേ നമ്മുടെ റേറ്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഓവർ റേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഞങ്ങൾ മോഡലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ജയലക്ഷ്മിയിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ 2ാമത്തെ ഷോപ്പാണ്. അടുത്ത് നമ്മൾ പോയത് കല്യാൺ സിൽക്സിലായിരുന്നു. കല്യാൺ സിൽക്സിൽ പോയപ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ കല്യാൺ സിൽക്സിൽ നിന്നാണ് നമ്മൾ ബ്രൈഡിന് ലാസ്റ്റ് പിന്നെ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണ് കൂടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത് ലാച്ചയായിരുന്നു കേട്ടോ. നമ്മൾ ലെഹങ്കയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായ ഒരു കളറും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ആ പെണ്ണിനുള്ള നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കല്യാൺ സിൽക്സിൽ തന്നെയാണ്. നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 പാറ്റേണിലുള്ളതാണ് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടോ. ബ്ലാക്കിലാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൈഡിനും കുട്ടീസിനൊക്കെ ഉള്ള ഡ്രസ്സും മെറ്റീരിയലൊക്കെ നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. എല്ലാവരും വിശന്ന് തുടങ്ങിയിട്ടുണ്ടോ. രാവിലെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന് രാവിലെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് രാത്രിയെങ്കിലും ഒരുവിധം നമുക്ക് എത്താൻ പറ്റുള്ളൂ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. TVMൽ നമ്മൾ വന്നു കഴിയുമ്പോൾ വെജിറ്റേറിയൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആര്യഭവനിലോട്ട് വന്നാൽ മതി. അടിപൊളി ഫുഡാണ്. പായസം, തൈര് എല്ലാം കൂടിയിട്ട് അവിയലും തോരനും എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാണ് കഴിക്കാറുള്ളത് സ്ഥിരമായിട്ട്.
കഴിയുമ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ കാർ പാർക്കിംഗ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആർക്കെ വെഡ്ഡിങ് മാളിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ചെരുപ്പും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ടും നമുക്കുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ മേടിച്ചതൊക്കെ നമ്മളൊന്നും കാണിച്ചിട്ടില്ല വീഡിയോയിൽ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.